വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക 23 അധ്യായത്തിൽ യേശുവിന്റെ വിചാരണ, ക്രൂശിക്കൽ, മരണം, അടക്കം എന്നിവയെക്കുറിച്ചാണ്. യേശുവിനെ മഹാപുരോഹിതന്മാർ പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. പീലാത്തോസ് കുറ്റം കണ്ടെത്തിയില്ലെങ്കിലും യേശു ഹെറോദേസിന്റെ അധികാരപരിധിയിൽപ്പെട്ടവനെന്നറിഞ്ഞ് പീലാത്തോസ് അവനെ ഹെറോദേസിന്റെ അടുത്തേക്ക് അയച്ചു. ഹെറോദോസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവർ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. താനും ഹെറോദേസും യേശു മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതിനാൽ താൻ യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അവനെ ക്രൂശിക്കണമെന്ന ആവശ്യം അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ അവസാനം അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവനെ ക്രൂശിക്കാൻ പീലാത്തോസ് അനുമതി കൊടുത്തു. അവർ അവന്റെ ചുമലിൽ ഒരു ഭാരമേറിയ മരക്കുരിശ് വെച്ച് ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശെമയോൻ എന്നൊരു കിരേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടു ചെല്ലാൻ നിർബന്ധിച്ചു. കുറ്റവാളികളായ മറ്റ് രണ്ടുപേരെ കൂടി അവനോടൊപ്പം വധിക്കാൻ അവർ കൊണ്ടുപോയി. അവർ അവനെ ആ രണ്ടു കുറ്റവാളികളോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. പിതാവേ, ഇവർ ചെയ്യുന്ന കാര്യം ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. ഒരു കുറ്റവാളി യേശുവിനെ പരിഹസിച്ചു, മറ്റൊരാൾ വിശ്വാസം പ്രകടിപ്പിച്ചു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ സ്വർഗത്തിലിരിക്കും. ഉച്ച മുതൽ 3 മണിവരെ ഇരുട്ട് ഭൂമിയിൽ വ്യാപിച്ചു. യേശു പറഞ്ഞു, പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങേ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവൻ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയി. അരിമത്യക്കാരനായ യോസഫ് യേശുവിന്റെ ശരീരം വാങ്ങി പുതിയ കല്ലറയിൽ അടക്കം ചെയ്തു. സ്ത്രീകൾ സുഗന്ധ വസ്തുക്കൾ ഒരുക്കി വിശ്രമ ദിവസം അനുസരിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.